ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമുളക് വെച്ചിട്ട് ഒരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള എരിവില്ലാത്ത ഒരു ഡിഷാണ്, സൈഡ് ഡിഷാണ്. നമ്മളെ ചോറിലേക്കൊക്കെ ഈ ഒരു ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എരിവ് കുറവായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പുളി വേണം. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിടാണ്. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്തതായിട്ട് ഒരു കപ്പ് പച്ചമുളകാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള അത്ര പച്ചമുളക് എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് പൊടികൾ കൂട്ടിയും കുറച്ചിട്ടും ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പം ഒരു കപ്പ് പച്ചമുളകാണ് എടുക്കുന്നത്. അതിൽ ഓരോ പച്ചമുളകും നടുവിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പച്ചമുളകിനും നടുക്ക് ഓരോരോ ചെറിയ ഒരു കീറിട്ട് കൊടുക്കുക. അപ്പം കുറച്ച് എരിവ് മതി എന്നുണ്ടെങ്കിൽ ഒരു പകുതി പച്ചമുളകൾക്ക് നടുവിൽ കീറിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പം കുറച്ച് പച്ചമുളകിന് മാത്രമേ കീറിട്ട് കൊടുക്കുന്നുള്ളൂ. നല്ല എരിവിടെ ആരും കഴിക്കില്ല. അപ്പം കുറച്ചെണ്ണത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പച്ചമുളകൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ടേസ്റ്റ്. ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്കൊരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പകുതി സവാള നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതാ സവാളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 2-3 മിനിറ്റ് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് വഴറ്റിയെടുക്കാണ്ട്. ഇപ്പോൾ ഇതാ 2-3 മിനിറ്റ് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി. അപ്പോൾ ഞാനൊരു കുറച്ച് ഗ്രേവിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ പിന്നെ ഒരു ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇനിയിപ്പം ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ വെള്ളമില്ലേ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പച്ചമുളകിൻ്റെയും ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു സ്മെല്ലായിട്ട് റോസ്റ്റൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പച്ചമുളക് വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഒരു 5-6 മിനിറ്റിന് ശേഷം ഞാനിത് മൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഏകദേശം കായ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പുളിയും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ പുളി കുറച്ചുകൂടി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോഴാണ് പിറ്റേന്നത്തേക്കാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സമയത്തും കിട്ടും, പക്ഷേ അതല്ല, ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് കിട്ടുന്നത് തലേ ദിവസമാക്കി പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഷ് തന്നെ മതിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട്. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പച്ചമുളക് ഉണ്ട് വിചാരിച്ചിട്ട് നല്ല എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്യണതിനനുസരിച്ചാണ് ഇതിൻ്റെ എരിവ് കൂടുതലും കുറയലൊക്കെ. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പച്ചമുളകും നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക. കുറച്ച് എരിവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസിന് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തീരെ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇറങ്ങും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, എരിവൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.